മനുഷ്യൻ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ തിന്നേണ്ട ഗതികേടിലാണ് കുറേ കാട്ടാനകൾ. മലപ്പുറം നാടുകാണി ചുരത്തിൽ നിന്നുള്ള ഈ കാഴ്ചയാണ് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. ഒരു നിയന്ത്രണവുമില്ലാതെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഈ മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയുന്നതാണ് കാട്ടാനകളുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. നാടുകാണി ചുരത്തിലെ വളവിൽ നിന്നാണ് ഈ ദയനീയ കാഴ്ച. കുട്ടിയാനയും ആനകളും കഴിക്കുന്നത് അവയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നവയാണെന്ന് അറിയുന്നേയില്ല. നൂറുകണക്കിന് സഞ്ചാരികൾ യാത്ര ചെയ്യുന്ന നാടുകാണി ചുരത്തിൽ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇവിടേക്ക് കാടിറങ്ങുന്ന ആനകൾ കഴിക്കുകയാണ്. പലപ്പോഴും സർക്കാരുകൾ ഇങ്ങനെയുള്ള സംവിധാനം കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ അലസമായിട്ട് വലിച്ചെറിയുന്നത്. നമ്മളൊക്കെ റോഡ് സൈഡിലൊക്കെ ക്യാമറയും സംവിധാനങ്ങളൊക്കെ അല്ലേ, എന്തുകൊണ്ട് കാനനപാതയിൽ ഇങ്ങനെയുള്ള ക്യാമറ സംവിധാനം വെച്ചുകൂടാ? ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അലസമായിട്ട് മാലിന്യം പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയില്ല. വാഹനങ്ങളിൽ പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ചുരത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ പോലും പരിശോധനയില്ല, നിർദ്ദേശങ്ങളുമില്ല. പോകുന്ന വഴിയിൽ വേസ്റ്റ് ബിന്നുകളും വേണ്ടത്ര എവിടെയും കാണില്ല. ആളുകൾ ചുരത്തിൽ വാഹനം നിർത്തി ഭക്ഷണം കഴിക്കുന്നതും പതിവാണ്. എന്നെങ്കിലും ഉണ്ടാകുന്ന കൂട്ടായ്മകളുടെ ശുചീകരണ യജ്ഞത്തിലാണ് കുറച്ചെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീങ്ങുന്നത്. ഈ മൃഗങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്ന് ബോധ്യപ്പെടും? മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. വിപിൻ സി വിജയുണ്ട്. വിപിൻ, നമ്മൾ ഈ അരിക്കൊമ്പന് വേണ്ടി പ്രാർത്ഥന അല്ലെങ്കിൽ പൂജ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നു, അതിന് പണം പിരിക്കുന്നു, ഇതൊക്കെ ഉണ്ട് അരിക്കൊമ്പനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ നല്ല കാര്യമാണ്. പക്ഷേ അവർ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത് ഈ വിനോദസഞ്ചാരികളെയൊക്കെ ഒന്ന് ബോധവൽക്കരിക്കാനും കാടുകളിലേക്കും അതിൻ്റെ സമീപത്തേക്കൊക്കെ പോകുന്നവർ ദയവ് ചെയ്ത് ആ മിണ്ടാപ്രാണികളുടെ ജീവൻ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം നടത്തരുതേ എന്ന് അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപയോഗമുള്ള, സമൂഹത്തിന് ഉപയോഗമുള്ള ഒരു പ്രചാരണ പരിപാടികളിലേക്കൊക്കെ അവരുടെ ഈ ഒരു എനർജി വിനിയോഗിച്ചാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഇതെങ്ങനെ തടയാൻ കഴിയും? നമുക്കറിയാം, മൂന്നാറിലൊക്കെ നല്ല മലയും പുൽമേടും ഒക്കെ കുപ്പിയിട്ടൊക്കെ നശിപ്പിച്ചാൽ നമ്മൾ കണ്ടതാണ്. ഇതിങ്ങനെ തുടരുക തന്നെയാണ്, ഒരു മാറ്റവും ഇല്ലാതെ. ശരിയാണ്. ഇതിപ്പോൾ ചെക്ക് പോസ്റ്റുകളിലൊക്കെ, ചില ചെക്ക് പോസ്റ്റുകളിൽ, ഇപ്പോൾ ഈ മുത്തങ്ങ പോലുള്ള ചെക്ക് പോസ്റ്റുകളിലൊക്കെ അങ്ങോട്ടേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുപോകരുത് എന്നൊക്കെ ഉള്ളൊരു കർശന നിർദ്ദേശങ്ങളുണ്ട്. ഇത് ആളുകൾ സ്വയം ഒന്ന് ചിന്തിക്കണം, അത് ഇങ്ങനെ വലിച്ചെറിയാൻ പാടുണ്ടോ? കാരണം ഈ ഊട്ടിയിലേക്കുള്ളൊരു പ്രധാന പാതയാണ് നമ്മൾ നാടുകാണി ചുരം. ഈ നാടുകാണി ചുരത്തിലൂടെ പോകുമ്പോൾ ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയുന്നവ അവിടേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ കഴിക്കുമെന്നുള്ള ഒരു സ്വയം ഒരു ചിന്ത ഉണ്ടാക്കണം. ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ വനം വകുപ്പ് തയ്യാറാകണം. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, പക്ഷേ ആ ചെക്ക് പോസ്റ്റിൽ ഇങ്ങനെ ഒരു പരിശോധനയില്ല. ഈ പോകുന്ന വഴിയിൽ തന്നെ വാഹനങ്ങൾ നിർത്തി ആളുകൾ ഭക്ഷണം കഴിക്കും, അതിൻ്റെ വേസ്റ്റ് അവിടെ ഉപേക്ഷിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ എത്രയോ അവിടുന്ന് കിലോ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇതുപോലുള്ള കൂട്ടായ്മകൾ സ്വരൂപിക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. അതൊക്കെ വർഷത്തിലോ അല്ലെങ്കിൽ വളരെ ഇടയ്ക്ക് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുവരെയും അതിങ്ങനെ കിടക്കും. ഈ കുട്ടിയും ഈ ആനകളും അവിടെ സ്ഥിരമായിട്ട് ഇറങ്ങുന്നവയാണ്. അവ കഴിഞ്ഞ ദിവസം ഇത് നടുറോഡിൽ തന്നെ ആന നിൽക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാടുകാണി ചുരത്തിൽ സ്ഥിരമായി കാണുന്നവയാണ്, പക്ഷേ ഉപദ്രവകാരികളല്ല. ഇവയ്ക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല. ഇതുപോലുള്ള പ്ലാസ്റ്റിക്കാണ് കഴിക്കുന്നത്. ഇപ്പോൾ ചില മൃഗങ്ങളെയെങ്കിലും പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തുമ്പോൾ കിലോ കണക്കിന് പ്ലാസ്റ്റിക് അവയുടെ വയറിൽ നിന്ന് കിട്ടിയെന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ പിന്നെ അങ്ങനെ അങ്ങ് വിസ്മൃതിയിൽ അടയുകയും ചെയ്യും. പക്ഷേ ഇവയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ച്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വേസ്റ്റ് ബിന്ന് സ്ഥാപിക്കുക, ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നുള്ള ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കുക, ഇങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും മാറുന്നില്ല, ആളുകളും ഇതിനെക്കുറിച്ചൊരു ബോധവാന്മാരാകുന്നില്ല. ചില ആനകൾക്ക് വേണ്ടി ഇപ്പോൾ ഈ അരിക്കൊമ്പനൊക്കെ വേണ്ടി ഇങ്ങനെ വാദിക്കുന്നു എന്നതിനപ്പുറമായി നമുക്ക് കൃത്യമായി മൃഗങ്ങളോട് ആ സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ശരിയാണ് വിപിൻ. ഈ ഹീറോയിസം കിട്ടിക്കഴിയുമ്പോൾ, അതായത് ആനകൾക്ക് വരെ ഒരു ഹീറോയിസം നമ്മളങ്ങ് ചാർത്തി കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ അതിനോട് സ്നേഹമായിട്ട് അതിനുവേണ്ടി ബാധിക്കുന്നതിന് പകരം ഈ കാടിനോട് ചേർന്ന സ്ഥലങ്ങളോടുമൊക്കെ കുറച്ചൊരു സ്നേഹത്തോടെ പെരുമാറാൻ, അവിടെ പോകുന്ന ആളുകളെ ബോധവൽക്കരണം നടത്താൻ അത്തരത്തിലുള്ള നല്ല പ്രചാരണ പരിപാടികൾ ദയവായി ആനപ്രേമികളും മൃഗസ്നേഹികളും ഒക്കെ സംഘടിപ്പിക്കുക. അതാണ് വേണ്ട. എല്ലാവരെയും ഒരുപോലെ സുരക്ഷിതമായി കരുതാനാണല്ലോ നമ്മൾ മനുഷ്യരും ഇവിടെ ഉള്ളത്. അതിനു വേണ്ടിയുള്ള ശ്രദ്ധ ഉണ്ടാകട്ടെ. ശരി വിപിൻ, മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷ തന്നെയാണല്ലോ നമ്മളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്.